തിരുവനന്തപുരം തമ്പാനൂരിൽ ഹോട്ടൽ മുറിയിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. പേയാട് സ്വദേശി ആശ, സുഹൃത്ത് കുമാരൻ എന്നിവരാണ് മരിച്ചത്. ആശയെ കൊലപ്പെടുത്തിയ ശേഷം കുമാരൻ തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്ന് രാവിലെയാണ് ദാരുണമായ സംഭവം പുറംലോകമറിഞ്ഞത്. തമ്പാനൂരിലെ ലോഡ്ജിൽ അടച്ചിട്ട മുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ആശ. ഇതേ മുറിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കുമാരനെയും കണ്ടെത്തി. ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ 2 കത്തികൾ മുറിയിൽ നിന്നും കണ്ടെത്തി. ആശയെ കൊലപ്പെടുത്തിയതിനു ശേഷം കുമാരൻ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കത്തി ഉപയോഗിച്ച് ആശയെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. പിന്നീട് കൈത്തണ്ട മുറിച്ച് മരിക്കാൻ കുമാരൻ ശ്രമിച്ചു. പരാജയപ്പെട്ടതോടെ തൂങ്ങി മരിക്കുകയായിരുന്നു. സംഭവത്തിൽ തമ്പാനൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പോലീസ് പാർട്ടി ഇവിടെ എത്തിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത സമയം 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഒരു 51 വയസ്സുള്ള ഒരു കുമാരനും ഒരു 42 വയസ്സുള്ള ഒരു ആശ. 2 പേര് പേയാട് സ്വദേശികളാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഒരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ. 2 ദിവസം മുമ്പാണ് കുമാരൻ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇന്നലെ ആശയും ലോഡ്ജിലെത്തി. പിന്നീട് ഇരുവരും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി. ആശയും കുമാരനും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. ഇടക്കാലത്ത് ഇരുവരും തമ്മിൽ പിണങ്ങിയതാണ് കുമാരനെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതിനു ശേഷം കുമാരൻ ആശയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം ആശയെ കാണാതായെന്ന് കാണിച്ച് ഇന്നലെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ വിളപ്പിൽശാല പോലീസ് കേസെടുക്കുകയും ചെയ്തു. പോലീസ് ഫോറൻസിക് വിഭാഗം ലോഡ്ജിൽ പരിശോധന നടത്തി. DCPയും ACPയും സ്ഥലം സന്ദർശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.